ഇന്നെൻ്റെ 24ാമത്തെ പിറന്നാളാണ്. വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ആയിരക്കണക്കിന് മെസ്സേജ് എനിക്ക് ഈ വർഷം വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പിറന്നാൾ വളരെ സ്പെഷ്യൽ. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് ഞങ്ങൾ ചോലയിലോട്ടാണ് പോയത്. ഏതൊരു ഹാപ്പി മൊമെന്റ്സ് വന്നാലും ഞങ്ങൾ ചോലയിലോട്ട് തന്നെയാണ് പോവാറ്. ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അമ്പൽപ്പാടം പൂത്ത് കിടക്കുന്ന കണ്ടില്ലേ. നവരാത്രി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അർച്ചനയൊക്കെ നടത്തി തൊഴുതിറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ കുളത്തിനടുത്തോട്ടൊന്ന് പോയി. അവിടെയും കുറച്ചൊക്കെ ആമ്പല് പൂത്ത് കിടപ്പുണ്ടായിരുന്നു. അമ്പടൂനെ ഉണർത്തി റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ 9 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു. വീട്ടിലോട്ട് വന്ന് കയറി ഞങ്ങൾ ആദ്യമേ ഒരു കരിക്കങ്ങ് പൊട്ടിച്ചു. ഇനി വീട്ടിലെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കേണ്ട, കണമ്പ് കക്കയൊക്കെ ആയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നു. സ്വന്തം ആങ്ങളെ അല്ലെങ്കിലും എനിക്ക് എൻ്റെ ആങ്ങളെ പോലെ തന്നെയാണ് കുഞ്ഞനണ്ണൻ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി നേരെ കരുനാപ്പള്ളിക്ക് വിട്ടു. പിന്നെ വണ്ടി നിർത്തിയത് നമ്മുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലായിരുന്നു. കുഞ്ഞേട്ടൻ്റെ വക ഗിഫ്റ്റായിട്ട് ഒരു ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞങ്ങളതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. കരുനാഗപ്പള്ളിയിൽ തന്നെ ബെസ്റ്റ് മന്തി സ്പോട്ടായിട്ടുള്ള അൽഷിബയിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെവിടെ പോയാലും മന്തി വിട്ടൊരു കളി ഇല്ലല്ലോ. പിന്നെ ഇത് എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ കുഞ്ഞേട്ടനോട് എൻ്റെ മുടി വെട്ടിക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ മുടി നിൻ്റെ ഇഷ്ടം, നിനക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ, സത്യമല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആകെ ഒരു ലൈഫേ ഉള്ളൂ, നമുക്കത് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് തീർക്കണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.